നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ നല്ല മഴയല്ലേ, മഴക്കാലത്ത് നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൂടുള്ള കഞ്ഞിയോ ചൂടുള്ള ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടായെന്ന് വെച്ചാൽ നല്ല രുചിയായിട്ട് ഊണ് കഴിക്കാം. പ്രത്യേകിച്ച് ഇത്തിരി കോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചി ചമ്മന്തി ആയിന്ന് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 3 വിധത്തിലുള്ള ചമ്മന്തികളാണ് കാട്ടുന്നത്. നോക്കാം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മാങ്ങ ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പച്ച മാങ്ങയാണ് ഞാൻ എടുത്തേക്കണേ. തൊലി കളഞ്ഞ് പീസസ് ആക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഡ്രൈ മുളകാണ് ഞാൻ എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും യൂസ് ചെയ്യാം. കുറച്ച് ഉപ്പ്, ചെറിയ ഉള്ളിയാണ് പ്രിഫറബിൾ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കരുവേപ്പിൻ്റെ ഇല, കുറച്ച് തേങ്ങ ചിരകിയത്, അല്ലെങ്കിൽ 2 കഷ്ണം തേങ്ങ. ഇതാണ് മാങ്ങാ ചമ്മന്തിയുടെ കൂട്ട്. ഇത് നമ്മൾ മിക്സിയിൽ പൾസ് മോഡിൽ ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കുക. വെള്ളം ആഡ് ചെയ്യരുത്. എന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താൽ മാങ്ങാ ചമ്മന്തി റെഡിയാവും. ഇത് ചുട്ട ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ചുട്ട ചമ്മന്തി എന്ന് വെച്ചാൽ തേങ്ങയും മുളകുമാണ് ഇതിൽ ചുടാനായിട്ട് ഞാനിപ്പോൾ വലിയ പീസസ്സായിട്ട് തേങ്ങ എടുത്തിട്ട്, ഇത് നമ്മളെല്ലാവരും ഇപ്പോൾ ഗ്യാസ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഗ്യാസിൽ കാട്ടിയിട്ടും ചുട്ടെടുക്കാൻ പറ്റും. കനലുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. പക്ഷെ അത് ആർക്കും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ടോങ്സ് കൊണ്ട് ഈ തേങ്ങ കഷ്ണം ഫയറിൽ കാട്ടിയെന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതേപോലെ മുളകും ചുടാൻ പറ്റും. പിന്നെ അതില്ലെന്ന് വെച്ചാൽ കത്തിയുടെ അറ്റത്തിൽ കുത്തി വെച്ചിട്ടും ചുടാൻ പറ്റും. പിന്നെ പപ്പടക്കോലിൽ കോർത്ത് വെച്ചിട്ടും തേങ്ങയും മുളകും ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ അതാണ് ആദ്യം ചുട്ട് വെക്കേണ്ടത്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് വെച്ചേക്കണേ. അത് ഉഴുന്ന് പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കരുവേപ്പിൻ്റെ ഇല, കുറച്ച് പുളി, ഉപ്പ്, ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഉഴുന്ന് പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉള്ളിയും കറിവേപ്പിലയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഈ ചുട്ട തേങ്ങയും മുളകും ഉപ്പും എല്ലാം കൂടി ചേർത്ത് അതേപോലെ പൾസ് മോഡിൽ അരയ്ക്കുക. അതിൽ വെള്ളം ചേർക്കണ്ട. വേണ്ടി വന്നാൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണ കുറച്ച് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്താൽ ചുട്ട ചമ്മന്തി റെഡി. ഇതാണ് നമ്മുടെ ഇഞ്ചി ചമ്മന്തിയുടെ കൂട്ട്. ഇഞ്ചി ചമ്മന്തി ചമ്മന്തിയുടെ കൂടെ ഒരു ഔഷധം കൂടിയാണ്. അത് നമുക്ക് കോൾഡ് വരുമ്പോൾ, അതുപോലെ വയറ് അപ്സെറ്റ് ആകുമ്പോൾ, പിന്നെ ഛർദി ഉള്ളപ്പോൾ, ഈ ഗർഭിണിയായ സ്ത്രീകൾക്ക് ഛർദി ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ കുറേയും കൂടി എളുപ്പമുണ്ടാവും. രുചിയായിട്ട് കഴിക്കാൻ പറ്റും. ഇതിന് വേണ്ടത് പച്ചമുളകാണ്. എന്നൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി, കുറച്ച് നാളികേരം ചിരകിയത്, ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് ഉപ്പ്, കുറച്ച് അധികം കരുവേപ്പിൻ്റെ ഇല, 3-4 ചെറിയ ഉള്ളിയുടെ അല്ലികൾ, ഒരു ചെറിയ കഷ്ണം കുറച്ച് പുളി, ഒരു ചെറുനാരങ്ങയുടെ അത്ര വേണ്ട, അതിലൊരു പകുതി പുളിയും, കുറച്ച് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തേക്കണത്. 3 എടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അതിൻ്റെ രുചി ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് വയ്ക്കാം. ഇനി ഇതെല്ലാം പൾസ് മോഡിൽ നേരത്തെ ചമ്മന്തികൾ അരയ്ക്കണ പോലെ തന്നെ അരയ്ക്കാം. ഇത് വെള്ളം ചേർത്തിട്ട് ആവശ്യമില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് അരച്ചിട്ട് അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ ഇഞ്ചി ചമ്മന്തി റെഡിയാണ്.